ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നാളെ ലോക്സഭയിൽ നടക്കുന്ന പ്രത്യേക ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ഷിയോക് തുരങ്കം ഉൾപ്പെടെ 125 തന്ത്രപ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ 50 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. 25 പേരുടെ മരണത്തിനിടയാക്കിയ ആർപ്പോറ തീപിടുത്തത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗോവ സർക്കാർ. ഗുവാഹട്ടി മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ സംസ്കാർ സാരസ്വതിന്. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച നാളെ ലോക്സഭയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ മറ്റന്നാൾ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ബ്രഹ്മകുമാരീസിന്റെ ഓം ശാന്തി റിട്രീറ്റ് സെന്റർ രജത ജൂബിലി ആഘോഷ ചടങ്ങിന് തുടക്കം കുറിച്ചു. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത്. ധ്യാനത്തിന്റെ ശക്തിയിലൂടെ മനസ്സിനെയും പ്രപഞ്ചത്തെയും സ്വത്വത്തെയും കുറിച്ചുള്ള ആഴമേറിയ സത്യങ്ങൾ ബ്രഹ്മകുമാരീസ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. The Brahmakumaris have played a commendable role in continuing this great tradition. You have brought peace, purity and spiritual awakening to the searching souls and the minds of millions of people in Bharat and abroad. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 50,94,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായും അതിൽ 50 കോടിയിലധികം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കഴിഞ്ഞ മാസം 4-നാണ് SIRന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. 2026 ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ നടപടികൾ അവസാനിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്ന സ്ഥാനാർത്ഥികൾ. 7 ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മറ്റന്നാൾ ജനവിധി എഴുതുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. പരസ്യപ്രചാരണത്തിന് അന്ത്യം കുറിച്ച് വിവിധയിടങ്ങളിലായി നടന്ന കൊട്ടിക്കലാശത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ 117 പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ ആരംഭിക്കും. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 2535 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്നും ഇവിടെ വീഡിയോ നിരീക്ഷണമടക്കം സജ്ജമാക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഒന്നാം ഘട്ടത്തിനായി 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി എല്ലാ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി വിതരണ കേന്ദ്രങ്ങളിലേക്കും KSRTC പ്രത്യേക ബസ് സർവീസ് നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആർപ്പോറ തീപിടുത്തത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗോവ സർക്കാർ. സംഭവസ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച വൈദ്യസഹായം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ രാത്രി ആർപ്പോറയിലെ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ ഫോറം ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്തു. വികസിച്ചുവരുന്ന ലോകക്രമത്തെക്കുറിച്ചും ആഴത്തിലുള്ള ഇന്ത്യ ജപ്പാൻ സഹകരണത്തിന്റെ അനിവാര്യതയെക്കുറിച്ചും സെഷനിൽ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിർമ്മിച്ച 861 വീടുകൾ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. സൌത്ത് ഭോപ്പാലിലെ ഇലക്ട്രോത്യം ഗാർഡൻ, സർഖേജിയിലെയും വസ്ത്രാപൂരിലെയും തടാകങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. അഹമ്മദാബാദിലെ കായിക അടിസ്ഥാന സൌകര്യ രംഗത്ത് വലിയ മുന്നേറ്റമാണ് സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. ഉപഭോക്തൃ കേന്ദ്രീകൃതവും മികച്ച നിലവാരമുള്ള ഊർജ്ജ വിതരണ ശൃംഖലകൾ സജ്ജമാക്കുന്നതിൽ നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. വൈദ്യുതി വിതരണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആദ്യ ദേശീയ സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പാലസ്റ്റൈൻ 36 പ്രദർശിപ്പിക്കും. ഈ വർഷത്തെ ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചിത്രം ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയിരുന്നു. ഓസ്കർ പുരസ്കാരത്തിനായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട പാലസ്റ്റൈൻ ചിത്രം കൂടിയാണിത്. ആൻമേരി ജാസിറിന്റെ വാജിബും ഇത്തവണ IFFKയിൽ പ്രദർശനത്തിനെത്തും. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അവരുടെ എയർലൈനുമായി ഫ്ലൈറ്റുകളുടെ തൽസ്ഥിതി പരിശോധിക്കണമെന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചു. കാലതാമസം കുറയ്ക്കുന്നതിനും യാത്ര സുഗമമാക്കുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ എല്ലാ പങ്കാളികളുമായും ചേർന്ന് നടത്തിവരുന്നതായും വിമാനത്താവളം പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു. തത്സമയ അപ്ഡേറ്റുകൾക്കും പ്രധാനപ്പെട്ട വിവരങ്ങൾക്കും വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷിയോക് തുരങ്കം ഉൾപ്പെടെയുള്ള 125 തന്ത്രപ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഇവ നിർമ്മിച്ചത്. 7 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായാണ് പദ്ധതികൾ. പ്രദേശത്തിന്റെ വികസനം, വിനോദസഞ്ചാരം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ചരക്ക് നീക്കം എന്നിവയ്ക്ക് ഷിയോക് തുരങ്കം പ്രോത്സാഹനം നൽകുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. सिक्योरिटी की बात करें तो वहाँ कनेक्टिविटी के ये टूल्स और भी इम्पोर्टेंट हो जाते हैं, क्योंकि बॉर्डर एरिया में जो रोड्स बनते हैं वो सिर्फ सड़क भर नहीं होते, बल्कि सिक्योरिटी, इकोनॉमी और आर्म्ड फोर्सेस की मोबिलिटी और डिजास्टर मैनेजमेंट सभी के लिए लाइफ टाइम जैसे होते हैं. ഗുവാഹട്ടി മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ സംസ്കാർ സാരസ്വതിന്. ഇന്ത്യയുടെ തന്നെ മിഥുൻ മഞ്ജുനാഥിനെ 21-11, 17-21, 21-13 സംസ്കാർ പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ സഖ്യം മലേഷ്യയോട് പരാജയപ്പെട്ടു. പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. ചെന്നൈയിലെ മേയർ രാധാകൃഷ്ണൻ ഹോക്കി സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പുരുഷ ഹോക്കി പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നടക്കും. രാത്രി 8:30 മത്സരം. ആകെ 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് നടക്കാനിരുന്ന തൃശൂർ മാജിക് FC മലപ്പുറം FC സെമിഫൈനൽ മാറ്റിവെച്ചു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശൂർ പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശത്താലാണ് തീരുമാനം. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സ് FC മത്സരവും മാറ്റി. മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ച 18 കുടിയേറ്റക്കാർ ബോട്ട് അപകടത്തിൽ മരിച്ചതായി ഗ്രീക്ക് അധികൃതർ അറിയിച്ചു. ക്രീറ്റ് ദ്വീപിന് സമീപം ഇന്നലെയായിരുന്നു അപകടം. 2 പേരെ രക്ഷപ്പെടുത്തി. ബോട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് വ്യക്തമായിട്ടില്ല. യുക്രൈനിൽ വ്യോമാക്രമണം തുടർന്ന് റഷ്യ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചർച്ചാ സംഘവുമായി ക്രിയാത്മക സംഭാഷണം നടത്തിയതായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചതിന് പിന്നാലെയാണ് റഷ്യൻ ആക്രമണം. നിരവധി സ്ഥലങ്ങളിലായി 77 യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും റഷ്യ അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നൽകിവരുന്ന ധനസഹായം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ നിർത്തലാക്കുന്നതിനോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ഉൽപാദനശേഷി വർധനയുമായി ബന്ധപ്പെട്ട വായ്പാ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മന്ത്രാലയം നിഷേധിച്ചു. ഗവേഷണങ്ങളുടെ നേട്ടങ്ങൾ സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തുന്നുവെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പാക്കണമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. പഞ്ച്കുലയിൽ നടക്കുന്ന 11ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ശാസ്ത്രമേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് 89 പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഇൻഡിഗോ വിമാന സർവീസ് റദ്ദാക്കലും ശൈത്യകാലത്തെ അധിക തിരക്കും കണക്കിലെടുത്താണ് നടപടി. ലോകത്തിലെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള യുനെസ്കോയുടെ 20ാമത് അന്തർ സർക്കാർ തല സമിതി സമ്മേളനത്തിന് നാളെ ചുവപ്പുകോട്ടയിൽ തുടക്കമാകും. ഈ മാസം 13 വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വന്ദേ മാതരത്തിന്റെ 180ാം വാർഷികത്തോടനുബന്ധിച്ച് നാളെ ലോക്സഭയിൽ നടക്കുന്ന പ്രത്യേക ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ഷിയോക് തുരങ്കം ഉൾപ്പെടെ 125 തന്ത്രപ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ 50 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. 25 പേരുടെ മരണത്തിനിടയാക്കിയ അർപ്പോറ തീപിടുത്തത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗോവ സർക്കാർ. ഗുവാഹട്ടി മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ സംസ്കാർ സാരസ്വതിന്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.